Dear students, today we are going to discuss about another political concept, that is rights and duties, which is the last topic in your first module. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അവസാന ടോപ്പിക്കാണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഈ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്ത മുഴുവൻ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ സങ്കല്പങ്ങളെ കുറിച്ചാണ്. ലിബർട്ടി, ഇക്വാളിറ്റി, ജസ്റ്റിസ്, then we have freedom, law, and now rights and duties. When we come to the case of rights and duties, rights are considered as essential and adequate for development of personality and human happiness. It is a condition for ensuring personality development as far as human happiness. മനുഷ്യന്റെ വ്യക്തിത്വ വികാസത്തിൽ അവന് സന്തോഷപൂർണ്ണമായ ആഹ്ലാദപൂർണ്ണമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ ഒരു സാഹചര്യം ഒരുക്കുക, അതിന്റെ എസെൻഷ്യൽ കണ്ടീഷനാണ് അവകാശം. അവകാശങ്ങളുണ്ടെങ്കിലേ അവർക്ക് അവരുടെ വ്യക്തിത്വ വികാസം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. പലതരം അവകാശങ്ങൾ ലഭ്യമായിരിക്കും. ഇറ്റ് ഈസ് നെസസറി ഫോർ പേഴ്സണൽ, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, മെന്റൽ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സൊസൈറ്റി. ഇത് നെസസറി ഫോർ പേഴ്സണൽ, സോഷ്യൽ, എക്കണോമിക്, വ്യക്തിപരമായ, സാമൂഹികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ, മാനസികമായ വളർച്ചയ്ക്കും വികാസത്തിനും ഒരു സാമൂഹ്യ ജീവിതം നയിക്കുന്നതിനൊക്കെ വളരെ അനിവാര്യമായ ഒരു ഘടകമാണ് അവകാശം. അവകാശങ്ങളുണ്ടെങ്കിൽ, നേരത്തെ മുന്നേ പറഞ്ഞത്, അവകാശങ്ങളുണ്ടെങ്കിൽ മനുഷ്യന്റെ പൂർണ്ണമായ വ്യക്തിത്വത്തെ പുറത്തു കൊണ്ടുവരുന്നതിനും കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിനും കഴിയും. ഇറ്റ് ഈസ് എ കോൺട്രിബ്യൂഷൻ ടു കോമൺ ഗുഡ്. സാമൂഹ്യ നന്മ, പൊതുവായ നന്മ ലക്ഷ്യമാക്കിയുള്ള ഒരു സംവിധാനം കൂടിയാണ് റൈറ്റ്സ്, അവകാശം. റൈറ്റ്സ് ആർ ദോസ് കണ്ടീഷൻസ് ഓഫ് സോഷ്യൽ ലൈഫ് വിതൗട്ട് വിച്ച് നോ മാൻ ക്യാൻ ബി ഹിസ് ബെസ്റ്റ് ഹിംസെൽഫ്. അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടീഷൻ ഓഫ് സോഷ്യൽ ലൈഫ്, സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ്, സാഹചര്യമാണ്. വിതൗട്ട് വിച്ച് നോ മാൻ ക്യാൻ ബി അറ്റ് ഹിസ് ബെസ്റ്റ്. ഒരാൾക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ഒരു കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവേണ്ട ചില സാഹചര്യങ്ങളാണ്, ചില കണ്ടീഷൻസ് ആണ് അവകാശങ്ങൾ. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൈറ്റ്സ്, അവകാശങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷത. ദെൻ ഫസ്റ്റ് വൺ ഈസ് റൈറ്റ്സ് ആർ സോഷ്യൽ ഇൻ ദെയർ ആപ്ലിക്കേഷൻസ്. റൈറ്റ്സ് ഹാവ് റെലവൻസ് ഇൻ സൊസൈറ്റി. ഇറ്റ് ഈസ് സോഷ്യലി ക്രിയേറ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ സ്റ്റേറ്റ്. സമൂഹം ക്രിയേറ്റ് ചെയ്യുകയും രാഷ്ട്രം അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അവകാശങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ, നിങ്ങൾ മാത്രമുള്ള ഒരു ദ്വീപിൽ അവകാശങ്ങൾക്ക് പ്രസക്തിയില്ല. അവകാശങ്ങൾ ഉണ്ടാകുന്ന സാമൂഹിക ജീവിതത്തിൽ. റൈറ്റ്സ് ആർ റിലേറ്റഡ് ടു ഹ്യൂമൻ നീഡ്സ്. അവകാശങ്ങൾ മനുഷ്യന്റെ ആവശ്യങ്ങളിൽ നിന്നാണ് അവകാശങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. ഹ്യൂമൻ സൊസൈറ്റി, മനുഷ്യൻ നമുക്ക് കൂടുതൽ ഇന്ററാക്ഷൻ ഉണ്ടാവുകയും മനുഷ്യന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്തപ്പോഴാണ് പല അവകാശങ്ങൾ ലഭിക്കേണ്ടത്. റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട്. They are conditioned by, they are subjected to social and political or legal restrictions. അവകാശങ്ങൾ ഒരിക്കലും അപരിമിതം, അനന്തമായ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത അവകാശങ്ങളല്ല. അവകാശങ്ങൾക്ക് മേൽ നിയന്ത്രണങ്ങളുണ്ട്. രാഷ്ട്രം ഏർപ്പെടുത്തുന്ന, സമൂഹം ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ, നിയമപരമായ നിയന്ത്രണങ്ങൾ എപ്പോഴും അവകാശങ്ങൾക്ക് മേൽ ഉണ്ടായിരിക്കും. കാരണം സമൂഹമാണ് നമുക്ക് അവകാശങ്ങൾ നൽകുന്നത്, സോഷ്യലി ക്രിയേറ്റഡ് ആണ്. Therefore, society and social laws, sometimes the laws made by state, controls the rights, controls our rights. Rights are not permanent. അവകാശങ്ങൾ സ്ഥിരമാണ്. It may change from time to time. കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടേയിരിക്കും. സ്ഥായിയായ അവകാശങ്ങൾ. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന അവകാശങ്ങളല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ നേടിയെടുത്തു. അതിനുശേഷം നമ്മൾ പല അവകാശങ്ങളും അതിന്റെ കൂടെ ചേർക്കുകയും ചെയ്തു. അവകാശങ്ങൾ സ്ഥായിയായ അക്കോർഡിംഗ് ടു ദി വിഷസ് ഓഫ് ദി ഗവൺമെന്റ് സ്റ്റേറ്റ്, വി ക്യാൻ ചേഞ്ച് ദി റൈറ്റ്സ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ അവകാശങ്ങൾ കാലാകാലങ്ങളിൽ മാറ്റം വരുത്താൻ ഭരണാധികാരികൾക്ക്, ഭരണകർത്താക്കൾക്ക് അധികാരമുണ്ട്. They are general in character.
പൊതു സ്വഭാവമുള്ളതാണ്. ജനറൽ ആപ്ലിക്കേഷൻ. അവകാശങ്ങൾക്ക് പൊതുവായ ആപ്ലിക്കേഷൻ ഉണ്ട്, വ്യക്തിപരമായിട്ടല്ല അവകാശങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും പൊതുവായ അവകാശം. റിലേറ്റഡ് വിത്ത് ദി റൈറ്റ്സ് ഇംപ്ലൈസ് ഡ്യൂട്ടീസ് വിത്ത് ഇറ്റ്. അവകാശങ്ങൾക്കൊപ്പം കടമകളും കർത്തവ്യങ്ങളും അതിന്റെ ഭാഗമാണ്. അവകാശങ്ങൾ നമുക്ക് തരുമ്പോൾ നിങ്ങൾ സമൂഹത്തോട് നിർവഹിക്കേണ്ട മറ്റുള്ളവരുടെ അവകാശങ്ങൾ കാണിക്കേണ്ട കർത്തവ്യങ്ങളും കടമകളും അതിന്റെ ഭാഗമാണ്. It is also related to function you perform to society. Rights are related to what function you have been performing to society, or what are the functions you have been performing to society. സമൂഹത്തിൽ നിങ്ങൾ എന്തെല്ലാം ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കി കൂടിയാണ് ഓരോരുത്തരുടെയും അവകാശം. ഒരുപാട് അവകാശം നമുക്ക് ഉണ്ടെങ്കിൽ എല്ലാ അവകാശങ്ങളും നമുക്ക് വേണ്ടിയിട്ടുണ്ട്. നമ്മൾ സമൂഹത്തിൽ എങ്ങനെയാണ് അതനുസരിച്ചാണ് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ലഭ്യമാകുന്നത്. എല്ലാ അവകാശങ്ങളും നമുക്ക് ലഭ്യമാവണമെന്നുള്ളത് ലഭ്യമാവേണ്ട ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് അത്രയും അവകാശങ്ങൾ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ എങ്ങനെയാണ് അതാണ് നമ്മളുടെ അവകാശങ്ങളെ നിർണ്ണയിക്കുന്നത്. Then kinds of rights like liberty or equality, we can classify rights into different categories. First one is natural rights. സ്വാഭാവിക അവകാശം. നാച്ചുറൽ റൈറ്റ്സ് ആർ റൈറ്റ്സ് obtained by birth. നമുക്ക് ജന്മം കൊണ്ട് ലഭിക്കുന്ന അവകാശങ്ങളാണ്. enjoyed in the state of nature. സ്വാഭാവികമായി ഒരു മനുഷ്യനായി ജനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭൂമിയിൽ ജീവജാലമായി ജനിച്ചതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന അവകാശങ്ങളാണ് നാച്ചുറൽ റൈറ്റ്സ്, സ്വാഭാവിക അവകാശം. നേരത്തെ സ്വാഭാവികമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിച്ചു. നാച്ചുറൽ ലിബർട്ടി എന്ന് പറയുന്നത് it has been enjoyed even during the state of nature. പ്രകൃതിയാലുള്ള അവസ്ഥ, രാഷ്ട്രം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ഈ അവകാശങ്ങൾ മനുഷ്യന് ഒരു ജീവജാലം എന്ന രീതിയിൽ ജീവിക്കാൻ, ഭൂമിയിൽ ജീവൻ നിലനിർത്താനുള്ള അധികാരം കൈവരുന്നുണ്ട്. Then second one is legal rights. Legal rights secured by state and guaranteed through laws. Legal rights are enshrined or framed by state laws. രാഷ്ട്രത്തിന്റെ നിയമങ്ങളിലൂടെ സ്ഥാപിക്കുന്ന അവകാശങ്ങളാണ് legal rights. In modern times, most of the countries have legal rights rather than natural rights. Natural rights എന്നായിട്ടൊന്നും ഇപ്പം അവകാശങ്ങളല്ല ഉള്ളത്. നമുക്കിപ്പോൾ നാച്ചുറൽ റൈറ്റ്സിനെ പോലും നമ്മൾ ലീഗൽ റൈറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. റൈറ്റ് ലൈഫ് ഒക്കെ നമ്മുടെ ലീഗൽ റൈറ്റ് ആയി മാറിയിട്ടുണ്ട്, നാച്ചുറൽ റൈറ്റ് ആയിട്ട് അല്ല ഇപ്പോൾ. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി മോഡേൺ കൺട്രീസ് ഹാവ് സം കോഡ് ഓഫ് കോണ്ടക്ട് or law code is there or constitution is there which try to convert all the other categories of laws into legal rights. മറ്റെല്ലാ നിയമങ്ങളെയും എല്ലാ അവകാശങ്ങളെയും നിയമപരമായ അവകാശങ്ങളാക്കി കൺവേർട്ട് ചെയ്ത് കഴിയും ഭരണഘടനയും രാഷ്ട്രങ്ങളൊക്കെ. Then civil rights. Civil rights are for civilized life to avoid heart attack or kill or theft of property. Civil rights are necessary for leading a civil life. It ensures your right to avoid hurt or freedom from attack or the threat of killing or theft of properties. നിങ്ങൾ കൊല്ലപ്പെടാതിരിക്കാൻ, നിങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ, നിങ്ങളുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെടാതിരിക്കാൻ അവകാശങ്ങളുടെ ഭാഗമാണ്. Then political rights. As we mentioned in political freedom, political rights means to get share in the administration of the country. You should have a proper share in the authority or administrative function of the country. രാഷ്ട്രത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ജനങ്ങളുടെ അവകാശത്തെയാണ് രാഷ്ട്രീയ അവകാശം എന്ന് പറയുന്നത്. വോട്ട് ചെയ്യാനുള്ള അവകാശം, ഇലക്ഷൻ മത്സരിക്കാനുള്ള അവകാശം, അധികാര സ്ഥാനങ്ങളെത്താനുള്ള അവകാശം അതിന്റെ ഭാഗമാണ്. Then economic rights. Economic rights stands for fulfilling political and civil rights. രാഷ്ട്രീയ അവകാശങ്ങളും പൗരാവകാശങ്ങളും ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ട അടിസ്ഥാനപരമായ അവകാശങ്ങളാണ് എക്കണോമിക് റൈറ്റ്സ്. എക്കണോമിക് റൈറ്റ്സ് മീൻസ് റൈറ്റ് ടു ലൈവ്ലിഹുഡ്. നിങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള അവകാശം, നിങ്ങൾക്കൊരു അന്തസ്സുള്ള ജീവിതം നയിക്കാനുള്ള അവകാശം, റൈറ്റ് ലൈവ്ലിഹുഡ്, ഒരു ജീവനോപാധി ഉണ്ടാകാനുള്ള അവകാശമാണ് എക്കണോമിക് റൈറ്റ്സ്. ദെൻ മോറൽ റൈറ്റ്സ്, ധാർമ്മികമായ അവകാശം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മൊറാലിറ്റി, ജസ്റ്റിസ് ആൻഡ് കൺസൈൻസ്. ധാർമ്മികത, നീതിബോധം, മനസാക്ഷി എന്നിവയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന അവകാശങ്ങളാണ് മോറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ റൂട്ടഡ് ഇൻ റിലീജിയസ് ബിലീഫ്സ് ആൻഡ് മോറൽ കൺസെപ്ഷൻ.
പ്രധാനമായിട്ടും അത് അതിന് വേരോട്ടമുള്ളത് റിലീജിയസ് ബിലീഫ്സ്, മതപരമായ വിശ്വാസം, ആൻഡ് മോറൽ കൺസെപ്ഷൻസ്, ധാർമ്മികമായ ധാരണകളിലൊക്കെ. എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റൈറ്റ്സ്, വിവിധതരം അവകാശങ്ങൾ. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ സിവിൽ റൈറ്റ്സ്. സിവിൽ റൈറ്റ്സിന്റെ കാറ്റഗറിയിൽ വി ഹാവ്, in the category of civil rights we have right to life, right to freedom, right to property, right to speech, right to expression and right to freedom of press, right to form unions and associations, equality before law, equal protection of law. These are civil rights. ഇതൊക്കെ നമ്മുടെ പൗരാവകാശം. ഒരു പൗരൻ എന്ന രീതിയിൽ നമുക്കുള്ള അവകാശം. ഉദാഹരണത്തിന് റൈറ്റ് ലൈഫ് നമ്മൾ എൻ്റെ നാച്ചുറൽ റൈറ്റാണ്. പക്ഷെ അത് നമ്മളിപ്പോൾ അതിന് സ്റ്റേറ്റിലെ ലാ വരുമ്പോഴത്തേക്ക് അത് സിവിൽ റൈറ്റ്സ് ആയി, പൗരാവകാശം. നിങ്ങൾക്ക് റൈറ്റ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്താർജിക്കാനുള്ള അവകാശം, റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആൻഡ് പ്രസ്, ആശയങ്ങൾ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം, മാധ്യമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, യൂണിയനും യൂണിയനും അസോസിയേഷൻ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം, നിയമത്തിനുള്ള തുല്യത, നിയമത്തിന്റെ തുല്യ സംരക്ഷണം, ഇതൊക്കെ പൗരാവകാശം. ദെൻ പൊളിറ്റിക്കൽ റൈറ്റ്സ്, നേരത്തെ പലപ്പോഴും പൊളിറ്റിക്കൽ ഫ്രീഡം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു കണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻസ്, റൈറ്റ് ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ്, right to hold public meetings, right to criticize government, right to disobey unjust laws, and right to hold public offices. ഇത്രയും കാര്യങ്ങൾ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു കണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻസ്, ഇലക്ഷൻ മത്സരിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ഫോം പൊളിറ്റിക്കൽ പാർട്ടീസ്, രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് മീറ്റിംഗ്സ്, പൊതു മീറ്റിംഗുകൾ സംഘടിപ്പിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ക്രിട്ടിസൈസ് ഗവൺമെന്റ് വിമർശിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ഡിസബേ അൺജസ്റ്റ് ലോസ്, നിയമവിരുദ്ധമായ നിയമങ്ങളെ ലംഘിക്കാനുള്ള നിയമലംഘനത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസസ്, നിങ്ങൾക്ക് പബ്ലിക് ഓഫീസസ് പൊതു ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള ഉദ്യോഗങ്ങൾ സ്വീകരിക്കാനുള്ള അവകാശം, രാഷ്ട്രീയ അവകാശങ്ങൾ. ദെൻ എക്കണോമിക് റൈറ്റ്സ്. എക്കണോമിക് റൈറ്റ്സ് ഇൻക്ലൂഡ് റൈറ്റ് ടു ലൈവ്ലിഹുഡ്. ബേസിക്കലി ഇറ്റ് ഈസ് എ റൈറ്റ് ടു ലൈവ്ലിഹുഡ്. ജീവനോപാധി ഉണ്ടാകാനുള്ള അവകാശത്തെ. ഇറ്റ് ഇൻക്ലൂഡ് റൈറ്റ് ടു വർക്ക്, ജോലി ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു ലെഷർ ആൻഡ് റെസ്റ്റ്, വിശ്രമിക്കാനുള്ള അവകാശം. ജോലി ചെയ്യുമ്പോൾ തന്നെ സ്വഭാവമായിട്ട് വിശ്രമിക്കാൻ തൊഴിൽപരമായ അവകാശങ്ങളൊക്കെ എക്കണോമിക് റൈറ്റ്സ്. റൈറ്റ് ടു ഫോം ട്രേഡ് യൂണിയൻസ്, തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, റൈറ്റ് ടു അഡ്വക്കേറ്റ് ബേസ്, മാന്യമായ വേതനത്തിനുള്ള അവകാശം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായ അവകാശം, റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യമായ സുരക്ഷത്തിനുള്ള അവകാശം, പെൻഷൻ പോലുള്ള സംവിധാനങ്ങൾ, മെറ്റേണിറ്റി ലീവ്, ഇതൊക്കെ ഉദാഹരണമാണ്. റൈറ്റ് ടു ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ആണിനും പെണ്ണിനും തുല്യവർക്ക് തുല്യവേതനം, ഇത്തരം വേതനങ്ങൾ പാടില്ല, കുട്ടികളെ കൊണ്ട് പീഡിപ്പിക്കാൻ പാടില്ല. അത് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ദീസ് ആർ എക്കണോമിക് റൈറ്റ്സ്. എക്കണോമിക് റൈറ്റ്സ് ആർ ബേസിക്കലി റിലേറ്റഡ് ടു എംപ്ലോയ്മെന്റ്, റൈറ്റ് ടു എംപ്ലോയ്മെന്റ്, or right to right to work, right against exploitation, right from trade unions, right to leisure and rest, and adequate wage, etc. And last one is human rights. Human rights are inherent in all human beings, regardless of race, sex, nationality, ethnicity, language, religion, and any other status. Human rights include all these rights we have mentioned above. നമ്മൾ മുകളിൽ സൂചിപ്പിച്ച എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ്. include political rights, civil rights, economic rights, legal rights, natural rights, everything, all things are there. This means that human rights are rights inherent in all human beings, irrespective of race, color, religion, gender, place of birth, whatever may be the disparities in society. സമൂഹത്തിൽ എന്തെല്ലാം വിഭാഗീയതയോ വിവേചനങ്ങളോ ഉണ്ടോ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനായി ജനിച്ചതുകൊണ്ട് അവന്റെ സ്വത്തായിരിക്കുന്ന, അവന്റെ ഭാഗമായിരിക്കുന്ന അവകാശങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യനായി ജനിച്ചുകൊണ്ട് മാത്രം അവന് ലഭിക്കുന്ന അവകാശങ്ങളാണ്. ഹ്യൂമൻ റൈറ്റ്സ് ഇൻക്ലൂഡ് റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, ഫ്രീഡം ഫ്രം സ്ലേവറി, ടോർച്ചർ, ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് മോർ. എവരിവൺ ഈസ് എൻടൈറ്റിൽഡ് ടു ദീസ് റൈറ്റ് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, അടിമത്തലിൽ നിന്ന് മോചനമുണ്ട്, പീഡനങ്ങളിൽ നിന്ന് മോചനമുണ്ട്, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ടു വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം, ജോലി ചെയ്യാനുള്ള അവകാശം, അങ്ങനെ പോകുന്ന all the rights we have mentioned above are part of this human rights. Human rights is very new concept because it was popularized after
the Universal Declaration of Human Rights in 1948 December 10. 1947 ഡിസംബർ 10-ന് ഡിസംബർ 10-ന് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ശേഷമാണ് ഈ മനുഷ്യാവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യം കൈവരുന്നു. It has much relevance in contemporary world since violation of human rights is a crucial issue in many countries, many part of the world. That's why it is very important in this context. Okay, then that is enough. That is the topic. Yes, we have come.